ഗൈസ് ഇന്ന് നമ്മൾ 99 നൈറ്റ്സ് കളിച്ചതിൻ്റെ അതിൻ്റെ പാർട്ട് 2 ആണ് ഇതിടാൻ പോകുന്നത്. നമ്മൾ ഒത്തിരി വുഡ് കളക്ട് ചെയ്തായിരുന്നു. ഈ വുഡെല്ലാം നമുക്ക് ക്യാമ്പറൊക്കെ ഉണ്ടാകും. ക്യാമ്പർ ഇത്രയും ലോ എന്നൊരു കഷ്ടമായിരുന്നു. പക്ഷെ ഇത് വെറ്റുമായില്ല, ഇവൻ്റെ തലയിൽ കയറിയിരിക്കുന്നത്. നമുക്കിത് ഇച്ചിരി ഉണക്കാൻ വെച്ചേക്കാം. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു. അടുത്ത് കരിഞ്ഞ പാർട്ടി ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഞാൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പറയിൽ കൊണ്ടിടാം. നമ്മൾ മെയിനായത് ക്യാമ്പറയിലാണ് ഇടാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ക്രാഫ്റ്റിംഗ് വെച്ചിട്ട് പോകുമ്പോഴേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് ഇതെല്ലാം എടുത്ത് നമ്മൾ ക്യാമ്പർ ലെവലപ്പ് 4 ആവണം. അതിന് വേണ്ടി പിന്നെ നമ്മൾ ക്യാമ്പർ ലെവലപ്പ് 4 ആക്കിയാൽ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ചെസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഇവിടുത്തെ ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തെങ്കിൽ എന്തെങ്കിലും റിവോൾവർ കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കിഡിനെ രക്ഷിക്കാനും പറ്റുമായിരുന്നു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കിഡിനെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ കിഡിനെ രക്ഷിച്ച് രണ്ടാമത്തെ കിഡിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് റിവോൾവർ കിട്ടുമെന്ന് നോക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതാക്കണം. ബാൻഡേജ്, പിന്നെ ഒരു ബാൻഡേജ്. ഇതെല്ലാം ഞാനൊന്ന് ഈ വുൾഫിൽട്ട് എന്തിനാണോ എന്താ ഞാൻ എടുക്കുന്നത്. പിടിച്ചോ. ഓക്കെ, ഞാൻ വിശക്കുകയാണ്. ഞാൻ ഇച്ചിരി വുൾഫിനെ ഹണ്ട് ചെയ്യാം. നമ്മൾ പച്ചയ്ക്ക് നിന്നാകുമ്പോൾ ഇച്ചിരി ഹങ്കർ ലെവൽ റെഡ്യൂസ് ചെയ്യും, പക്ഷെ ഡാമേജ് കൊടുക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഇത്ര ഹങ്കർ ലെവലെങ്കിലും ആവശ്യത്തിനാണ്. അതുകൊണ്ട് ക്യാമറയിൽ പോയി ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ പോയാൽ നമുക്ക് ഇനി രാവിലെ ആകുമ്പോൾ ഇറങ്ങാം. അയ്യോ, റാം നോക്കണേ. പക്ഷേ അയ്യോ, എൻ്റെ സ്പീർ റാമിനാണെങ്കിൽ ഒത്തിരി അള്ളു തരും. എന്ത് ചെയ്തോ വന്നില്ല. നമ്മളെ ബേസ് നോക്ക്. നമ്മൾ ഫസ്റ്റ് വുഡ് ഒപ്പിക്കണം. വുഡ് ഒപ്പിച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ 25 വുഡ് വേണം. ബട്ട് ക്യാൻസറിലല്ലേ കൂടുതൽ വേണ്ടുള്ള. ഞാനിവിടെ ഇച്ചിരി നേരം ഇരിക്കാൻ പോയാൽ ഇവരെന്തിൻ്റെ അസുഖം, ഇതെല്ലാം ഒത്തിരി ഉള്ളതല്ലേ. കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങളെ ആഡ് കണക്ട് ചെയ്തോളാം. ഞാൻ പറയുന്നത് നിങ്ങൾ കമൻറ്റിൽ ഓൾസോ നിങ്ങൾ പേര് കൂടി ഇടണം. എന്നാൽ ഞാൻ നിങ്ങളെ സെർച്ച് ചെയ്ത് ഞാൻ ആഡ് കണക്ട് ചെയ്യാം. പാസ്വേഡും കൂടി ഇടണം. എന്നാൽ നിങ്ങളെ ആഡ് കണക്ട് ചെയ്യാം. ആ സ്ട്രോങ് ഹോൾഡ് എല്ലാം ഇവിടെ വന്ന് കിടപ്പുണ്ട്. കണ്ട സ്ട്രോങ് ഹോൾഡ് ലെവൽ 4 ആവണം. നല്ല സ്ട്രോങ് ഹോൾഡ് ഇടുക. ഫോളോ പറഞ്ഞിട്ട് ഇവിടെ 2-3 ചെസ്റ്റ് ഉണ്ട്. 2-3 ചെസ്റ്റ് ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. ഇത് നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇവനാണ് ഇവിടെ കൂടുതൽ ഡേയ്സ് സർവേ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നത്. എനിക്കറിഞ്ഞുകൂടെ. ഞാൻ ഇച്ചിരി വുഡ് ഒപ്പിക്കാൻ പോയാൽ, പക്ഷേ വിശക്കുന്നു. അത് കാരണം ഞാൻ ഇപ്പം എന്തായി, നമുക്ക് ഇച്ചിരി വുൾഫിനെ അടിച്ചിടാം. രാവിലെ ഇനി കുഴപ്പമില്ല, അടിച്ചിടാൻ പറ്റും. ഈ സാധനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യൂസ് ദ ഡിയർ ഹീസ് ഹംഗ്രി ടു നൈറ്റ്. നമ്മൾ ഡിയർ ഹംഗ്രി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഇച്ചിരി പണി എനിക്ക് അല്ല ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടി ചാടി ഇറങ്ങി. അത് റൈഫിളാമോ, പക്ഷെ എൻ്റെ റിവോൾവർ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് റൈഫിൾ എടുക്കുന്നത്? ഇനി ഇവിടെ ആരും എക്സ്പ്ലോർ ചെയ്തില്ല എന്ന് തോന്നുന്ന വലിയ കാര്യത്തിൽ. ഓക്കെ, നമുക്ക് ഇവിടെ കയറി എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ സ്ക്രാപ്പ് ഭയങ്കര കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ക്രാപ്പിൻ്റെ ആവശ്യം നമുക്ക് എന്നാലും ആവശ്യമുള്ള. ഞാനൊന്ന് ഹങ്കർ ലെവൽ ഒതുക്കണം. ഹങ്കർ ലെവൽ ഒതുക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തിറങ്ങി ഫുഡ് തിന്നട്ടെ. അങ്ങനെ റിവോൾവർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, വൂൾഫ് വാട എൻ്റെ അടുത്ത് ആണെണെങ്കിൽ വാട. ഓക്കെ, ഞാൻ ഇതിനെ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഈറ്റ് എല്ലാം ഈറ്റ്. യെസ്, കം ഓൺ ബാക്ക്, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്പീർ കളഞ്ഞു. ഈ സ്പീർ പിന്നെ കളിയൊന്നും നടക്കത്തില്ല. അവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഫുഡ് കളക്ട് ചെയ്യാനുണ്ട്. നമുക്ക് ലോങ് റേഞ്ച് വെപ്പൺസ് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട്. ഓക്കെ, നമ്മളെ സ്പേസ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മളെ വീടല്ല ക്യാമ്പർ ചെന്ന് നമ്മളെ പണി ഒതുക്കാം. നമ്മളിപ്പോൾ 20ാമത്തെ ഡേ ആണ്. നിങ്ങളെ വെച്ച് ഞാൻ 50 ഡേയ്സ് പോകും എന്തായാലും. അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങളെ വെച്ച് 50 ഡേയ്സ് പോകും. എന്തൊരു കഷ്ടപ്പാടായത്.
ഓക്കെ നിങ്ങൾ വെച്ച് എന്തായാലും 50 ഡേയ്സ് പ്രോമിസ് ആണെന്ന് പറയാം. പ്രോമിസ്. പക്ഷേ ഹംഗ്രി ആണല്ലേ, പിന്നെ വേണ്ട ഞാൻ ഈറ്റ് സഹിക്കാം, എത്രയെങ്കിലും ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഹങ്കർ ലെവൽ മെയിനായിട്ട് നോക്കണം. ഇനി മുതൽ എന്തൊരു കഷ്ടമാണ്. ഇവന്മാർ ക്യാമറയിൽ നിന്ന് പുറത്ത് പോയി ഇറങ്ങുന്നില്ല, പിന്നെ എങ്ങനെയാണ്? കോളൊന്നും കിട്ടുന്നില്ല. നമുക്ക് 33 15 നമുക്ക് ക്രാഫ്റ്റിംഗ് മാച്ചൊക്കെ റെഡി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 10 വുഡും കൂടി വേണം. 10 വുഡും കൂടി ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. വേണ്ട 22 23 സ്ക്രാപ്പ് ഉണ്ട്. വേണ്ട എനിക്ക് വേണം അതാണെങ്കിൽ ഇവർക്കെടുത്ത് കൊടുത്തു. ഓക്കെ, എയർമാൻ ടോണി സ്റ്റാർക്ക്. നമ്മളിപ്പോൾ എത്ര അവന്മാരുണ്ട്? 3 അവന്മാരുണ്ട്. ഓക്കെ, സർവർ എടുത്ത് കളിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഈ അടുത്തുള്ള മരം വെട്ടാം. ഡിയർ നമ്മളൊന്നും പിടിക്കത്തതുമില്ല. 3 വാരേജ് ഉണ്ട്. നമുക്ക് യുവമാർക്കും കൊടുക്കാം. ഒന്ന് ഇവനിക്ക് കൊടുക്കാം. പിടിച്ചോ. നമ്മളൊന്നും ഇവനിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നൊരു കഷ്ടമാണ്. ഒന്ന് ഇവനിക്കും കൊടുത്തേക്കാം. ഇവന് ഓക്കെ, അതെനിക്ക് വേണോ? എനിക്ക് എടുത്തോ. ഞാനിന്ന് ഇവിടെ എനിക്ക് ബാൻഡേജ് വേണം. അയ്യോ ചത്ത. വെറുതെ പുറത്തിരുന്ന് ഓടിക്കളിക്കണം. എന്ത് സുഖമാണോ എനിക്ക്. മറ്റേ ബാൻഡേജ് എടുത്തിട്ടാണ് അതൊക്കെ. ഓക്കെ, ഇവിടെ ബാൻഡേജ് അവൻ എടുക്കുന്നില്ല. സ്ക്രാബ് ഭയങ്കര കൂടുതലാണല്ലോ എപ്പോഴും. ഓക്കെ, നമ്മളിപ്പം കളിച്ചിട്ട് നമ്മൾക്ക് ഇച്ചിരി നേരം കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒത്തിരി ഫുഡിൻ്റെ ആവശ്യമുണ്ട്. മഴ എപ്പോഴാണോ നിർത്തുന്നത് അതിന് എനിക്ക് മഴ നിർത്തിയാലേ എനിക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് റെഡി. സോ നൗ അങ്ങനെ ബിൽഡ് ദ ഗുഡ് ബെഡ് അല്ലേ? ഈ ക്യാമ്പർ ഇതാണ്. അപ്പോൾ ലൈനിങ് റോഡിൻ്റെ ആവശ്യമില്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നു. ക്യാമ്പർ ഇതാണ് ചേട്ടാ. അപ്പോൾ നമുക്ക് ക്യാമ്പർ ഉണ്ടാക്കണം. അത് ഓൾഡ് ബെഡ് ഉണ്ടാക്കണം. ഓൾഡ് ബെഡ് അല്ല, ഗുഡ് ബെഡ്. നമുക്കിവിടെ വെക്കാം. ഓക്കെ, നമ്മളിതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്യാമ്പർ വളരെ കുറവാണ്. ഇനി നമുക്ക് ഇച്ചിരി കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ്, അവിടുത്തെ ചെസ്റ്റ്, 3 ചെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പ്ലോർ ചെയ്യാത്ത എല്ലാ സ്ഥലത്തും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഇവിടുത്തെ ഈ ചെസ്റ്റ് ആണെന്നോ തോന്നുന്നു. ഇവിടെ തന്നെ ഇവിടെ നമ്മൾ കോൾട്ടിസ്റ്റ് പിടിക്കുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നു. അല്ല ഇനി മനസ്സിലായി. നമ്മൾ നേരത്തെ പോയി ഇച്ചിരി കോൾട്ടിസ്റ്റിനെ ഇതായിരുന്നല്ലേ നമ്മൾ പാർട്ട് 1 അപ്പോൾ നമ്മൾ പാർട്ട് 1 ചെയ്ത കണക്കല്ല ഇത് നമുക്ക് വേണ്ട. അൺട്രാഗ് ഈ ഡയമണ്ട് എങ്ങനെയാണ് അവിടെ എടുക്കുന്നത്? ഡയമണ്ട് ഇപ്പോൾ 35 ആയിട്ടുണ്ട്. നമ്മൾക്ക് മാറിപ്പോയാ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഞാൻ മെയിനായിട്ട് ഇച്ചിരി ഫ്യൂൽസ് കണ്ടുപിടിക്കാനാണ് വന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇച്ചിരി ഫ്യൂൽസ് ഇട്ടാണെങ്കിൽ ഇച്ചിരി പാടാണ്. ഇവരുടെ ഈ ലെവൽസ് ഒത്തിരി കഴിയാനുണ്ട്. എനിക്ക് ക്യാമ്പർ ലെവൽ ഇച്ചിരി വേണം. എന്തൊരു കഷ്ടമാണ്. ഞാനിപ്പോഴും ഹംഗ്രിയാണ്. വിഷയമില്ല. നമ്മളങ്ങനെ പോയി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു സംഭവവും കിട്ടിയിട്ടില്ല. ഉൾഫിനും കിട്ടി. നമുക്ക് അങ്ങനെ പച്ചയ്ക്കുന്ന ഈ അടുത്ത് ക്യാമറിൻ്റെ തൊട്ടടുത്തില്ലേ, അതൊന്നും കുഴപ്പമില്ല.
ഓക്കെ നമ്മൾ ഇച്ചിരി ഞാൻ മെയിനായിട്ട് ഈ 2 സ്ഥലത്ത് ചെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ചെസ്റ്റ് എനിക്ക് ഏതാണെന്ന് അറിയാം. ഇവിടെ പക്ഷേ ഇവന്മാർ ഗോൾഡൻ ചെസ്റ്റ് വല്ലതും ഓപ്പൺ ചെയ്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവന്മാർക്ക് ഡിഫൻസ് ബ്ലൂ പ്രിൻറ്റ് കിട്ടി, അതാണ് എനിക്ക് സംശയം. ഇവന്മാർ ഇവിടുന്ന് ഒന്നും എടുക്കത്തില്ല, ഫ്യൂവൽസ് പോലും എടുക്കത്തില്ല. അത് കാരണം ഞാൻ തന്നെ എല്ലാം എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോൾ തന്നെ നമുക്ക് 5-6 റൈഫിൽ ആകുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ക്യാപ്പറില്ല. നമുക്ക് ക്യാപ്പർ ഇച്ചിരി കൂട്ടണം, അവന്മാരെ ഇട്ട് കൂട്ടാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ കിട്ടി, ഈ പ്രാവശ്യം ഇത് തന്നെ കിട്ടി. എനിക്ക് ഇവിടെ വേറെ ഒന്നുണ്ട്, ഇവിടെ വേറെ ഒന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ വെച്ച് ശരി ഈറ്റ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് സംസാരിക്കാതെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ പുറത്ത് കളിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വേഗം തന്നെ നമുക്ക് ക്യാമ്പറിൽ പോകാം. നമുക്ക് ഇനി കുഴപ്പമില്ല. ഒരു എഞ്ചിനീയർമാരൊക്കെ വുഡ് എല്ലാം കൊണ്ടുവന്ന് ഇട്ട് ക്യാമ്പ് ഫയർ കൂട്ടിയിട്ടുണ്ട്. ഒന്നിലും കയറാൻ പാടില്ല. ഓക്കെ, ക്യാമ്പ് ഫയറിൽ ഓക്കെ നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട്, 47 ആക്കിയിട്ടുണ്ട്. എല്ലാം ഇവിടെ കൊണ്ടിടാം. സ്ക്രാപ്പ് വളരെയധികം കൂടുതലിടുന്നുണ്ട്. നമുക്ക് എല്ലാം വേഗം തീർന്നുകൊണ്ടിരിക്കുക നമ്മളെ വുഡ്. ഇപ്പോൾ നമ്മൾ 24ാമത്തെ ഡേ ആണ്. നമ്മൾ നേരെ ഇനി 29ാമത്തെ ഡേയിലാണ് പോകുന്നത്. നമ്മൾ 5 ഡേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 24 + 5 എന്ന് പറയുമ്പോൾ നമ്മൾ 9 കിട്ടുന്നത്. 4 + 5 എന്ന് പറയുമ്പോൾ 9 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരെ 24ാമത്തെ ഡേയിലും നമ്മൾക്ക് 3 ബെഡും 1 കിഡും ഉണ്ട്. അപ്പോൾ 4 ഡേ ഇംഗ്ലീഷർ. പിന്നെ അല്ലാതെ ഒരു ഡേ ഇംഗ്ലീഷർ എന്ന് പറയുമ്പോൾ 5 ആകും. അങ്ങനെ തന്നെ കൂട്ടി പോകും. 25 ആയി. ഇപ്പോൾ ലൈഫ് ഫുള്ളായി. ഇനി നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റും കൂടി ഉണ്ട്. ആ ചെസ്റ്റും കൂടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഫിനിഷ്ഡ് നമ്മളെ ഈ മാപ്പ് ഫുള്ള്. ഈ ഏരിയയും എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ ഏരിയ മാത്രമേ ഉള്ളൂ എക്സ്പ്ലോർ ചെയ്യാൻ. എന്ത് കഷ്ടമാണ്, ഇന്ന് അറ്റാക്ക് അടക്കൂലേ. അറ്റാക്ക് ടഫ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. റിവോൾവർ ഉണ്ട്, ക്രോസ് ബോ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഹങ്കർ ലെവൽ നോക്കണം. അങ്ങനെ ഇച്ചിരി കളിച്ച് പോകാങ്ങോട്ട് കുറ്റാക്കാൻ കൂടി ഞാൻ തോറ്റു. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണം. വൂൾഫിനെ കണ്ടുപിടിക്കണം. തോന്നു നിൽക്കുന്നത് പറയും മുമ്പേ നമുക്ക് വൂൾഫിനെ കിട്ടും. നമുക്ക് പച്ചയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടോപ്പല്ല ഡ്രാഗ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 35 ഡയമണ്ട്സ് ഉണ്ട്. നമ്മൾ ഇച്ചിരി നല്ല ഡേയ്സും കൂടി സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഡയമണ്ട്സ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇപ്പോഴേ ഉണ്ടാക്കുന്നില്ല, നല്ല ഡേ സർവൈവ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു കഷ്ടപ്പാടെ. നമ്മൾ ക്യാമ്പറിൽ മാത്രം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അറ്റാക്കും നടക്കും, അതാണ് പണിയും കിട്ടുന്നത്. എത്രമാരുണ്ട്? ഞാൻ 2 ഉള്ളൂ. ഒരുത്തിന് ഓൾറെഡി ലീവായിട്ടുണ്ട്, ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാക്കിയെടുക്കാൻ പോവുകയാണ്, പ്രോ ആക്കിയെടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് ഒത്തിരി സംഭവങ്ങൾ അറിയാൻ പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രം ഇങ്ങനെ ഇത് കളിക്കുന്നത്. പക്ഷേ ഈ ഗെയിമിൽ ക്യാമ്പർ തീർന്നു പോകും, അതാണ് കുഴപ്പം. ക്യാമ്പറാണ് ഈ ഗെയിമിൽ മെയിനായിട്ട് നോക്കാവുക. ഓക്കെ, നമ്മൾ ഇവിടെ ഇത്രയും വുഡുണ്ട്. നമ്മളിത് ഇത്രയും ഇട്ട് കൊടുക്കാം. ലെവൽ 8 ഉണ്ട്. നമുക്ക് ഇന്ന് അറ്റാക്കിന് മുമ്പ് നമുക്ക് ഒരു 50 ആക്കണം. അങ്ങനെ ഫ്യൂവൽസ് കണ്ടുപിടിക്കാൻ പോയതാണ്. ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മളിനി മരങ്ങൾ വെട്ടിയാലേ നമുക്ക് ഇതെല്ലാം കിട്ടത്തോളൂ. ഈ വുൾഫിന് ഇവിടുത്തെ എന്തിൻ്റെ അസുഖം. ഓക്കെ, നമ്മൾ ഹങ്കർ ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങനെ എന്താ ഗ്ലിച്ച് അടിച്ചിരിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇച്ചിരി കൂടി വേണ്ടി പോയിട്ട് ഇവനെയും കൂടി കൊള്ളയാണ്.
ഓക്കെ, ഇപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെറും പാവം മണ്ണീസിനെയൊക്കെ കൊന്നു കളയാൻ പോയാൽ ആണ് ഞാൻ ഇനി ഒരു നമ്മളെ ക്യാമ്പർ കുറവാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഇച്ചിരി അമ്മമാർ കൂട്ടിയതാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളെ ക്യാമ്പർ ഇത്ര എത്തിയിട്ട് നിൽക്കുന്ന. ഓക്കെ, ഞാൻ ഓടിച്ചെന്ന് നമ്മൾ ചാടിക്കയറിട്ട്. ഓക്കെ, നമ്മൾ ഇച്ചിരി ഫുഡ് ഒപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പർ കൂട്ടാനുള്ള ഫുഡ് ഒപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 15 ഇതായിട്ടുണ്ട്, 15 ആയിട്ടുണ്ട്. നമ്മളെ ലൈഫ് നോക്കണം. ഓക്കെ, നമ്മളിപ്പോൾ അത്യാവശ്യം ലൈഫായിട്ടുണ്ട്. പക്ഷേ ക്യാമ്പർ നമ്മളെ കുറവാണ്. ക്യാമ്പർ കുറവാണെന്ന് ഞാൻ എൻ്റെ ആകെ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു. ആ ബാൻഡേജ് ഞാൻ യൂസ് ചെയ്തിരുന്നു. വിഷയമാണ് നമ്മൾ സർവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതാ എന്ത് ചെയ്യും, നമ്മൾ ഈ സംഭവം എടുക്കുക. എന്താ ഇതെടുക്കുക. ഓടുക. ഞാൻ മാത്രമേ ഉള്ളൂ സർവൈവ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ആയിട്ടും. നമ്മളെ റിവോൾവർ റാം ഓടുക. റാം എങ്ങനെയാണ് വന്ന് ഞാൻ ചത്തുന്നാ തോന്നുന്നു. ഞാൻ ചത്ത്. ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾ റാം ഒന്ന് പിടിക്കാതിരുന്നാൽ മതി. രാവിലെ ആയാലും കുഴപ്പമില്ല. ലൈഫ് കൂട്ടാം. ഓടുക. വിഷയമില്ല. നമ്മൾ ഡൈ ആയി. നമ്മൾ എത്ര ഡേയ്സ് സർവൈവ് ചെയ്തു? 34 ഡേയ്സ് സർവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൈ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്താണ്. ബൈ. നമ്മൾ പാർട്ട് 2 വരെ സർവൈവ് ചെയ്തു. നമ്മൾ 34 ഡേയ്സ് സർവൈവ് ചെയ്തോളൂ.